لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم ولقد ذرأنا لجهنم كثيرا من الجن والإنس لهم قلوب لا يفقهون بها ولهم أعين لا يبصرون ولهم آذان لا يسمعون بها أولئك كالأنعام بل هم أضل أولئك هم الغافلون. അല്ലാഹുവിന്റെ സത്യവിശ്വാസികളായ അടിമകളെ, അവന്റെ വിധിയും വിലക്കും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ചു തഖ്വയുള്ളവരായി ജീവിക്കണേ എന്ന് സ്വന്തത്തോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. നശ്വരമായ ഈ ലോക ജീവിതത്തിന്റെ ഓരോ നോക്കുകൾക്കും വാക്കുകൾക്കും അള്ളാഹുവിന്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടതുണ്ടെന്നും നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ സമൂഹങ്ങൾക്കോ സംഘടനകൾക്കോ സൽപ്പേരുകൾക്കോ അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മെ തുണക്കുവാനോ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാനോ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റെടുക്കുവാനോ സാധിക്കുകയില്ല എന്നും സ്നേഹത്തിന്റെ ഭാഷയിൽ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. ചില മനുഷ്യർ നമ്മളെ വല്ലാതെ അത്ഭുതപ്പെടുത്തും. എന്താന്ന് വെച്ചാൽ, ചില ആളുകളെ കുറിച്ച് നമ്മൾ പറയാറില്ല, എന്തൊരു തൊലിക്കട്ടിയാണ് അയാൾക്ക്, എന്തൊരു ധാർഷ്ട്യാണ് അയാൾക്ക്, എന്തൊരു മനക്കട്ടിയാണ് അയാൾക്ക്, അയാള് മനുഷ്യനാണോ എന്നൊക്കെ ചില ആളുകളെ കുറിച്ച് നമ്മൾ പറയില്ലേ. ഖുർആനും അങ്ങനെയുള്ളവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സുമ്മ ഖസത് ഖുലൂബുകും മിൻ ബഅദി ദാലിക ഫഹിയ കൽ ഹിജാറതി ഔ അശദ്ദു ഖസ്വ. നിങ്ങളുടെ ഹൃദയം കടുത്തുപോയി, ഉറച്ചുപോയി, പാറയെ പോലെ അല്ല, അതിനേക്കാൾ ഭയാനകമായ രീതിയിൽ നിങ്ങളുടെ ഹൃദയം കടുത്തുപോയി എന്ന് ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട് ചില ആളുകളെ കുറിച്ച്. എത്ര പറഞ്ഞാലും നന്നാവാത്ത, എന്ത് കണ്ടാലും കുലുങ്ങാത്ത, എന്ത് കണ്ടാലും ഹൃദയം തകരാത്ത, മനസ്സ് കുലുങ്ങാത്ത ഒട്ടനവധി പേരുണ്ട് നമ്മുടെ ഇടയിൽ. അവരോട് മഹാനായ ഇബ്നു തൈമിയ്യ റഹിമഹുള്ളയുടെ ശിഷ്യൻ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയുന്ന ഒരു ഉപദേശമുണ്ട്. വളരെ അർത്ഥവത്തായ ഒരു ഉപദേശമാണത്. അദ്ദേഹം പറയാണ്, നീ നന്നാവണം, അള്ളാഹുവിനെ സ്നേഹിച്ചിട്ട് നീ നന്നാവണം. അള്ളാഹുവിനോടുള്ള സ്നേഹം കൊണ്ട് നിനക്ക് നന്നാവാൻ കഴിയണം. അതെങ്ങനെ അള്ളാഹുവിനോടുള്ള സ്നേഹം കൊണ്ട് നന്നാവാൻ കഴിയുക? അള്ളാഹ് നമുക്ക് ജീവിതത്തിൽ തന്ന അനുഗ്രഹങ്ങൾ ഓർത്തുകൊണ്ടും ആ അനുഗ്രഹങ്ങൾ ഇല്ലാതിരിക്കുമ്പോഴുണ്ടാകുന്ന ഭയാനകമായ അവസ്ഥകൾ ചിന്തിച്ചുകൊണ്ടാണ് അള്ളാഹിനെ സ്നേഹിച്ചിട്ട് നന്നാവുക. പക്ഷെ അതെല്ലാരെ കൊണ്ടും പറ്റൂല. ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട് വളരെ വ്യക്തമായിട്ട്, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, മനുഷ്യൻ അവന്റെ റബ്ബിനോട് നന്ദി കെട്ടവനാണ്. വഇന്നഹു അലാ ദാലിക ലശഹീദ്, അവൻ തന്നെ അതിന് സാക്ഷിയുമാണെന്നാണ്. അവന്റെ ചെയ്തുകളും അവന്റെ വർത്തമാനങ്ങളും അവന്റെ ചിന്തകളും തന്നെ അതിന് സാക്ഷിയാണ്. എല്ലാവർക്കും പറ്റില്ല. അള്ളാഹിനെ ചിന്തിച്ചിട്ട് അള്ളാഹിനോടുള്ള സ്നേഹം കൊണ്ട് നന്നാവാന്ന് പറയുന്നത് വലിയൊരു ദറജയാണ്, വലിയ വിശാലതയാണ്, ഉന്നതമായ ഒരു പദവിയാണ്. അതെല്ലാവർക്കും പറ്റിക്കൊള്ളണമെന്നില്ല. അങ്ങനെ പറ്റാത്ത ആളുകളോട് ഇദ്ദേഹം പറയുന്നത്, സ്വർഗത്തെ ആഗ്രഹിച്ചിട്ട് നീ നന്നാവണം, സ്വർഗത്തിൽ
കണക്കില്ലാത്ത മാല ഐനുൻ റഅത് വലാ ഉസ്നുൻ സമിഅത്, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു ചെവിയും കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യ ഹൃദയവും വിഭാവന ചെയ്തിട്ടില്ലാത്തത്രയും അനുഗ്രഹം പടച്ചോൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ സ്വർഗത്തെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ട് നന്നാവാൻ നിനക്ക് കഴിയണം. അതിനും എല്ലാവർക്കും പറ്റിക്കൊള്ളണമെന്നില്ല. അങ്ങനെയൊന്നും നിനക്ക് പറ്റുന്നില്ലെങ്കിൽ അവസാനത്തൊരു പിടിവള്ളി നിനക്കണം. ആ പിടിവള്ളി ഏതാണെന്നറിയോ? നരകത്തെ പേടിച്ചിട്ട് നീ നന്നാവണം. നരകത്തെ പേടിച്ചിട്ട് നീ നന്നാവണം. എന്നിട്ട് അദ്ദേഹം അവസാനിപ്പിക്കുന്ന എങ്ങനെ അറിയോ? ആ വചനം അവസാനിപ്പിക്കുന്നത്, അതിനും നിനക്ക് പറ്റുന്നില്ല, നരകത്തെ പേടിച്ചിട്ടും നിനക്ക് നന്നാവാൻ പറ്റുന്നില്ലേ, നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താൻ നിനക്ക് പറ്റുന്നില്ലേ, നീ അറിയണം, നീ നരകത്തിന് വേണ്ടി പടക്കപ്പെട്ടവനാണ്, നീ നരകത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവനാണ്. അതിനേക്കാൾ വലിയൊരു മോചനമാർഗം നിന്റെ മുന്നിലില്ല എന്ന് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു വെക്കാൻ. പ്രിയപ്പെട്ടവരെ, അള്ളാഹിനോടുള്ള സ്നേഹം കൊണ്ട് നന്നാവാൻ പറ്റാത്ത, സ്വർഗാഗ്രഹം കൊണ്ട് നന്നാവാൻ പറ്റാത്ത മനുഷ്യർക്ക് അവസാനമായി പണ്ഡിതന്മാർ പറഞ്ഞു കൊടുക്കുന്ന ഒരു വഴിയാണ് നരകത്തെ പേടിച്ചിട്ട് നന്നാവാന്നുള്ളത്. ആ നരകത്തെ പേടിച്ചിട്ട് നന്നാവാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ നമ്മളെ കൊണ്ട് നന്നാവാൻ പറ്റൂല എന്നുള്ളത്. എന്തുകൊണ്ടാണ് നരകം അവസാന വഴിയായത്? ഒരു മനുഷ്യൻ ഏതെങ്കിലും രൂപത്തിൽ മോചനം നേടിയെടുക്കണമെങ്കിൽ പരിശുദ്ധ ഖുർആൻ വരെ അവസാനമായി പറഞ്ഞു വെക്കുന്ന വാക്കാണ് നരകം. ആ നരക ചിന്ത പോലും ഒരാൾ നന്നാക്കുന്നില്ലെങ്കിൽ വേറൊന്നിനെ അയാൾ നന്നാക്കാൻ പറ്റൂല എന്നുള്ളതാണ്. കാരണം നരകം അത്രക്ക് ഭയാനകമാണ്. ആ നരകത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, ഒരു മുസ്ലിം എന്ന രീതിയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 7 കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. നരകത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 7 കാര്യങ്ങൾ. ഒന്നാമത്തെ വിഷയം, ആ നരകം കാണുന്നത് തന്നെ ശിക്ഷയാണെന്നുള്ളത്. നരകത്തിലേക്ക് പോകണ്ട, നരകം കാണൽ തന്നെ ശിക്ഷയാണ്. ഇതുപോലെ എന്നറിയോ? തൂക്കിക്കൊല്ലാൻ വിധിച്ചൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കഴുത്തിലേക്ക് കയറ് മുറുകുന്നതിനേക്കാൾ ഭയാനകമാണ് അതിന്റെ മുമ്പുള്ള കുറച്ച് ദിവസങ്ങൾ. ആ ദിവസങ്ങൾ പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അയാളുടെ സ്വപ്നം അതായിരിക്കും. ഇരുത്തത്തിലും നൃത്തത്തിലും കിടത്തത്തിലും ഉറക്കത്തിലും ഭക്ഷണം സദാസമയവും അയാളുടെ ഹൃദയം ഇങ്ങനെ പേടിച്ചുകൊണ്ടേയിരിക്കും, മനസ്സിങ്ങനെ പേടിച്ചുകൊണ്ടേയിരിക്കും. അയാളുടെ മനസ്സിൽ എപ്പോഴുണ്ടാവുക തന്റെ കഴുത്തിന്റെ 4 ഭാഗത്തു നിന്നും വരിഞ്ഞു മുറുക്കുന്ന, ശ്വാസം മുട്ടി കണ്ണിലേക്ക് ഇരുട്ട് കയറുന്ന ഭയാനകമായ ആ ഒരു നിമിഷത്തെക്കുറിച്ചായിരിക്കും, ആ ഒരു മിനിറ്റിനെ കുറിച്ചായിരിക്കും സദാസമയവും അയാൾക്ക് ചിന്തയുണ്ടാവുക. തൂക്കിക്കൊല്ലാൻ കൊണ്ടോ വെട്ടിക്കൊല്ലാൻ തലവെട്ടാൻ കൊണ്ടുവന്ന മനുഷ്യന്മാരെ കണ്ടിട്ടില്ലേ? അത് കണ്ട ആളുകൾ പറയുന്നത് കേൾക്കാം. അയാളോട് ഇരിക്കാൻ പറഞ്ഞാൽ അവിടെ കിടക്കും, നടക്കാൻ പറഞ്ഞാൽ നിൽക്കും. ചത്ത പോലെയാണ് ഉണ്ടാവുക. കയ്യും കാലൊക്കെ ആകെ കുഴഞ്ഞിട്ടുണ്ടാവും. കാരണം തലച്ചോറ് അത്രക്ക് തളർന്നിട്ടുണ്ടാവും. മാനസികമായ അയാൾ തളർന്ന് തരിപ്പണമായിട്ടുണ്ടാവും. ആ രീതിയിലാണ് അയാൾ ഉണ്ടാവുക. കാരണം അയാൾ കാണുകയാണ്, അയാൾ മുന്നിൽ കാണുകയാണ് തന്റെ ശിക്ഷയെ, തന്റെ മരണത്തെ. നമ്മുടെ നാട്ടിലേക്ക് തൂക്കിക്കൊല്ലാൻ വിധിക്കുക സാധാരണ രാവിലെയാണ്, പുലർച്ചെ സമയത്താണ്. എന്തിനാണ് അങ്ങനെ? പല കാരണങ്ങൾ അതിന് പറയുന്നുണ്ടെങ്കിലും കൂട്ടത്തിൽ ഒന്നായി പറയുന്നത് കൂടുതൽ ചിന്തിക്കാൻ സമയം കൊടുക്കരുത് എന്നാണ്. രാവിലെ എഴുന്നേറ്റ ഉടനെ പെട്ടെന്ന് തന്നെ ഈ കാര്യം അങ്ങോട്ട് കഴിഞ്ഞാൽ ഒരു മാനുഷിക പരിഗണനയാണത്. കൂടുതൽ ചിന്തിക്കാനുള്ള സമയമില്ലാതിരിക്കാനാണ് പുലർച്ചെ സമയത്ത് തൂക്കിലേറ്റുന്നത്. അതിനെക്കൊണ്ടൊരു കാര്യമില്ല. കാരണം തലേന്ന് രാത്രി അയാൾ ഉറങ്ങിയിട്ടുണ്ടാവില്ല. അയാളുടെ മനസ്സിൽ ഈ ചിന്ത കൊണ്ട് അയാൾ 1000 തവണ അയാൾ തൂക്കിക്കൊല്ലപ്പെട്ടിട്ടുണ്ടാവും. കണ്ണൂർ ജയിലിൽ വെച്ച് റിപ്പർ ചന്ദ്രന്റെ ഒക്കെ അവസാന നാളുകൾ പറയുന്നുണ്ട്, നിലവിളിച്ച് കരയുക, ആർത്തട്ടഹസിച്ച് കരയുക. ഇത് അയാൾ ചെയ്ത ശിക്ഷ മുന്നിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ്. എല്ലാ മനുഷ്യരുടെയും അവസ്ഥ ഇതാണ് പ്രിയപ്പെട്ടവരെ. എന്നാൽ പരലോകത്ത് ഈ ഒരു അവസ്ഥ മുജ്രിമുകൾക്ക് വരാനുണ്ട്, കുറ്റവാളികൾക്ക് വരാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ സൂറത്തു തകാസുറിന്റെ അവസാനത്തെ 2 ആയത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തറിയോ? ലതറവുന്നൽ ജഹീം ثم لترونها عين اليقين. ആ നരകത്തെ നിങ്ങൾ കാണുന്നതാണ്. ആ നരകത്തെ വ്യക്തമായ കണ്ണുകൾ കൊണ്ട് നിങ്ങൾ കാണുന്നതാണ്. ആ നരകത്തെ കാണുമ്പോഴുണ്ടാകുന്ന അവസ്ഥ എന്താണ്? യുബസ്സറൂനഹും യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദീ മിൻ അദാബി യൗമിഇദിൻ ബിബനീഹി വസാഹിബതിഹി വഅഖീഹി وفصيلته التي تؤويه ومن في الأرض جميعا ثم ينجيه യുബസ്സറൂനഹും അന്നവർക്ക് കാണുന്നതാണ്. യവദ്ദുൽ മുജ്രിം അന്നൊരു കുറ്റവാളി വിചാരിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്, ലൗ യഫ്തദീ എനിക്ക് രക്ഷ നൽകി കിട്ടിയെങ്കിൽ, എനിക്ക് ഇളവ് നൽകി കിട്ടിയെങ്കിൽ, മിൻ അദാബി യൗമിഇദിൻ ബിബനി എന്റെ മകനെ ഞാൻ പകരം നൽകാം, വസാഹിബതിഹി വഅഖീ എന്റെ കൂട്ടുകാരനെയും എന്റെ സഹോദരനെയും ഞാൻ പകരം നൽകാം, വഫസീലതിഹി അല്ലതീ തുവീ ഞാൻ സമാധാനമടഞ്ഞ എന്റെ പ്രിയപ്പെട്ടവളെയും ഞാൻ പകരം നൽകാം, വമൻ ഫിൽ അർദി ജമീഅ
ഈ ദുനിയാവിലുള്ള സകലവരെയും ഞാൻ പകരം നൽകാം. സുമ്മയുഞ്ചി, എന്നിട്ട് ഞാനൊന്ന് രക്ഷപ്പെട്ട് കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഭൂമിയിലുള്ള സകല മനുഷ്യരെയും ആ നരകാഗ്നിയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ആ നരകാഗ്നിയിൽ നിന്ന് എനിക്കൊന്ന് രക്ഷ കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഹാദിഹിന്നാർ അല്ലതീ കുൻതും ബിഹി തുകദ്ദിബൂൻ, ഇതാണ് ആ നരകം, നിങ്ങൾ നിഷേധിച്ചുകൊണ്ടിരുന്ന നരകം, കെട്ടുകഥയാണെന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന നരകം. എന്നിട്ട് അവരോട് പറയുകയാണ്, അഫസിഹ്റുൻ ഹാദാ അം അൻതും ലാ തുബ്സിറൂൻ, അഫസിഹ്റുൻ ഹാദാ, ഇത് മായാജാലമാണോ, ഇത് കെട്ടുകഥയാണോ, ഇതില്ലാത്തതാണോ, അം അൻതും ലാ തുബ്സിറൂൻ, അതെല്ലാം നിങ്ങൾ കാണുന്നില്ലേ, നിങ്ങൾ കാണുന്നില്ല എന്നുണ്ടോ. ഇസ്ലൗഹാ ഫസ്ബിറൂ ഔ ലാ തസ്ബിറൂ, നിങ്ങളതിൽ കിടന്നെരിഞ്ഞുകൊള്ളുക, നിങ്ങൾ ക്ഷമിക്കുകയോ ക്ഷമിക്കാതിരിക്കുകയോ ചെയ്തുകൊള്ളുക. സവാഉൻ അലൈക്കും, രണ്ടും നിങ്ങൾക്ക് സമമാണ്. വജീഅ യൗമഇദിൻ ബിജഹന്നം യൗമഇദി യതദക്കറുൽ ഇൻസാനു വഅന്നാ ലഹു ദിക്റാ യഖൂലു യാ ലൈതനി ഖദ്ദംതു ലിഹയാതി. നരകത്തെ അങ്ങോട്ട് കൊണ്ടുവരപ്പെടുമ്പോ മനുഷ്യൻ യഥാർത്ഥ ഓർമ്മയെന്ന് ഓർമ്മിക്കുന്നതാണ്, യഥാർത്ഥ ചിന്തയെന്ന് മനുഷ്യന്റെ തലച്ചോറിലേക്ക് വരുന്നതാണ്. അന്നേ ദിവസം പടച്ചോൻ ശിക്ഷിക്കുന്നത് പോലെ മറ്റൊരാളും തന്നെ ശിക്ഷിക്കുകയില്ല. അള്ള പിടിക്കുന്നത് പോലെ മറ്റൊരാളും തന്നെ പിടിക്കുകയുമില്ല. നരകത്തെ കാണുന്ന രംഗത്തെക്കുറിച്ചാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ, നരകത്തെ കാണുന്നത് തന്നെ ശിക്ഷയാണ്. രണ്ടാമതായി നരകത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് നരകത്തിലെ തീയിനെ കുറിച്ചാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, നരകത്തിലെ തീയിന് ദുനിയാവിലെ തീയിനേക്കാൾ 70 ഇരട്ടി ശക്തിയുണ്ട്. അള്ളാന്റെ റസൂലിന്റെ മുന്നിലിരിക്കുന്ന സഹാബികൾക്ക് പ്രവാചകൻ എന്തെങ്കിലും പറയുമ്പോൾ അതിന്റെ ശാസ്ത്രത്തിന് അകമ്പടി വേണമെന്നുണ്ടായിരുന്നില്ല, അതിന് വേറെന്തെങ്കിലും രൂപത്തിലുള്ള തെളിവ് വേണമെന്നുണ്ടായിരുന്നില്ല. അള്ളാന്റെ റസൂലിന്റെ നാവിൽ നിന്ന് ഉതിർന്നു വീഴുന്ന മൊഴിമുത്തുകൾ അതുപോലെ അവർ ഹൃദയത്തിലേക്കാണ് സ്വീകരിച്ചത്, മനസ്സിലേക്കാണ് സ്വീകരിച്ചത്. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കത് വേണ്ട എന്നുണ്ടെങ്കിലും ഇന്ന് നമ്മുടെ മുന്നിൽ ഒരുപാട് തെളിവുകളുണ്ട്. തീയിനേക്കാൾ ചൂട് കൂടിയ അവസ്ഥകളുണ്ട് എന്ന് വളരെ കൃത്യമായി നമുക്കറിയാം. റേഡിയോ ആക്റ്റീവ് കിരണങ്ങൾക്ക് തീയിനേക്കാൾ ശക്തിയുണ്ട്. അതുപോലെ തന്നെ മാഗ്മകൾക്കും ലാവകൾക്കും തീയിനേക്കാൾ ചൂടുണ്ട്. പരിശുദ്ധ ഖുർആൻ നരകത്തെക്കുറിച്ച് പറയുന്ന ഒരു അവസ്ഥ എന്തറിയോ, ഇല്ലാ ഹമീമൻ വഗസ്സാഖ, അതികഠിനമായ ചൂടും അതികഠിനമായ ശൈത്യവുമാണ് നരകത്തിൽ ഉണ്ടാവുക എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. സൗരയൂഥത്തിൽ നിന്ന് ഒരു 100 പ്രകാശവർഷം അകലെ 141 K2 141b എന്ന് പറയുന്ന ഒരു ഗ്രഹം കണ്ടെത്തിയിട്ടുണ്ട്. ആ ഗ്രഹത്തെ ശാസ്ത്രലോകം വിളിക്കുന്നത് ഹെൽ പ്ലാനറ്റ് എന്നാണ്. അതാണ് നരകം എന്നല്ല പറഞ്ഞു തരുന്നത്. ശാസ്ത്രം ആ ഗ്രഹത്തെ വിളിക്കുന്നത് ഹെൽ പ്ലാനറ്റ്, നരകഗ്രഹം എന്നാണ്. അതിന്റെ കാരണം അതിന്റെ ഒരു ഭാഗത്ത് 100 കിലോമീറ്ററോളം 100 മൈലോളം ആഴമുള്ള മാഗ്മയുടെ കടലാണ്, തീയിന്റെ കടലാണ്, തീയിന്റെ ഓഷ്യനാണ്. മറ്റേ ഭാഗത്തുള്ളത് അതികഠിനമായ ശൈത്യത്താൽ ഉറഞ്ഞു നിൽക്കുന്ന ഭാഗമാണ്. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദൃഷ്ടാന്തമായി നമ്മുടെ മുന്നിൽ ഇങ്ങോട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. ആ നരകത്തെക്കുറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വഅസ്ഹാബുശ് ശിമാലി മാ അസ്ഹാബുശ് ശിമാൽ ഫീ സമൂമിൻ വഹമീം വദില്ലിൻ മിൻ യഹ്മൂം ലാ ബാരിദിൻ വലാ കരീം. ഇടതുപക്ഷത്തിന്റെ ആളുകൾ, ഇടതുഭാഗത്തിന്റെ ആളുകൾ അവരെവിടെയായിരിക്കും? കത്തിജ്വലിക്കുന്ന അഗ്നിയിലായിരിക്കും, പുക കൊണ്ടുള്ള തണലിലായിരിക്കും. ലാ ബാരിദിൻ വലാ കരീം, അവിടെ തണുപ്പോ ആ തണൽ ഒരിക്കലും തണുപ്പോ മാന്യതയോ ആയിരിക്കില്ല. അല്ലാഹുവിന്റെ വാക്കുകളാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും അഗ്നിയിൽ നിന്ന് കാത്തു സൂക്ഷിച്ചുകൊള്ളുക, അതിൽ നിന്ന് രക്ഷ നേടിക്കൊള്ളുക. വഖൂദുഹന്നാസു വൽ ഹിജാറ, ആ തീയിൽ കത്തിക്കപ്പെടുന്നത് മനുഷ്യരും കല്ലുകളുമാണ്. നരകാഗ്നിയെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതാണ്. മൂന്നാമതായി നരകത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രിയപ്പെട്ടവരെ, ആ നരകത്തിന്റെ ആഴത്തെക്കുറിച്ചാണ്. ഒരു കല്ല് ആ നരകത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ആ കല്ല് നരകത്തിന്റെ അടിത്തളത്തിലേക്ക് പതിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല, എണ്ണമറ്റ മനുഷ്യർ, ആദം അലൈഹിസ്സലാത്തു വസ്സലാം തൊട്ട്
ഖിയാമത്ത് നാൾ വരെ ജനിക്കാനിരിക്കുന്ന അവസാനത്തെ മനുഷ്യൻ വരെ ഒരു വലിയ ജനവിഭാഗം ജിന്നുകളെയൊക്കെ നരകത്തിൽ ഇങ്ങോട്ടിട്ട് ആ നരകത്തിലുള്ള ആളുകൾ മുഴുവൻ നരകത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പടച്ചോ നരകത്തിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ്? ഹലിം തലഅത്, നീ നിറഞ്ഞോ, നിനക്ക് മതിയായോ, നിന്റെ സ്ഥലം മുഴുവനുമായോ എന്ന് ചോദിക്കുമ്പോ നരകം തിരിച്ച് അല്ലാഹുവോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടെന്നറിയോ? ഹൽ മിൻ മസീദ് യാ റബ്ബി, ഹൽ മിൻ മസീദ്, അല്ലാഹുവേ ഇനിയും എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടോ, ഇനിയും ബാക്കിയുണ്ടോ, ഞാൻ പ്രവിശാലമാണ് എന്ന് നരകം തിരിച്ച് അല്ലാഹുവോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, അത് ഭയാനകമാണ്. നാലാമതായി നരകത്തെക്കുറിച്ച് നമ്മൾ അറിയേണ്ടത് ആ നരകത്തിന്റെ പാറാവുകാരെ കുറിച്ചാണ്, ആ നരകത്തിന്റെ കാവൽക്കാരെ കുറിച്ചാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, യുരീദൂന അൻ യഖ്റുജൂ മിനന്നാർ വമാ ഹും ബിഖാരിജീന മിൻഹാ വലഹും അദാബും മുഖീം. ആ നരകത്തിൽ നിന്ന് അവർ പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതാണ്. വമാ ഹും ബിഖാരിജീന മിൻഹാ, ആ നരകത്തിൽ നിന്ന് ഒരിക്കലും തന്നെ അവർ പുറത്തേക്ക് കടക്കുകയില്ല. വലഹും അദാബും മുഖീം, നിലനിൽക്കുന്ന ശിക്ഷ അവർക്കുണ്ട്. എന്താണ് ആ നരകത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കാതിരിക്കാൻ കാരണം? അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ് ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുഅ്മറൂൻ. ആ നരകത്തിന് കാവൽക്കാരായി ശിദാദുൻ ഗിലാദ്, പരുക്കന്മാരായ ശക്തന്മാരായ മാലാഖമാരെ മലക്കുകളെ അല്ലാഹു കാവൽ നിർത്തിയിട്ടുണ്ട്. ആ മലക്കുകൾക്ക് കാരുണ്യമുണ്ടാവില്ല, ആ മലക്കുകൾ ഒരിക്കലും ചിരിക്കണമെന്നില്ല, ആ മലക്കുകളുടെ ഭാഗത്തു നിന്ന് നല്ലൊരു വാക്ക് പോലും നരകവാസികൾക്ക് കേൾക്കാൻ ഒരിക്കലും തന്നെ കഴിയുകയില്ല. പ്രിയപ്പെട്ടവരെ, ആ നരകവാസികൾ പാറാവുകാരുടെ നേതാവായ മാലിക്കിനെ വിളിച്ചുകൊണ്ട് സഹായം തേടുന്ന ഒരു രംഗം പരിശുദ്ധ ഖുർആനിലുണ്ട്. നരകത്തിൽ അങ്ങനെ യുഗങ്ങളോളം കിടക്കുകയാണ്. സൂറത്ത് സുഹ്റുഫിൽ എന്ന് പറയുന്നു, നരകവാസികൾ വിളിക്കുകയാണ്, വനാദൗ യാ മാലിക്, യാ മാലിക്, മാലിക് എന്ന മലക്കെ അവർ വിളിക്കുകയാണ്. ഉഖ്ദി അലൈനാ റബ്ബുക്, താങ്കളുടെ രക്ഷിതാവിനോട് ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യണം, താങ്കളുടെ രക്ഷിതാവിനോട് ഞങ്ങളുടെ കാര്യം പറയണം. എന്താണ് പറയേണ്ടത്? ഞങ്ങളെ മോചിപ്പിക്കാനല്ല, ഞങ്ങൾക്ക് ശിക്ഷ ലഘൂകരിച്ചു തരാനല്ല, ഞങ്ങളെ ഒന്ന് മരിപ്പിക്കാൻ വേണ്ടി, നശിപ്പിച്ചു കളയാൻ വേണ്ടി, ഈ നരകത്തിൽ മരണമെന്ന വലിയ കാരുണ്യം ഞങ്ങൾക്ക് നൽകാൻ വേണ്ടി താങ്കളുടെ റബ്ബിനോട് താങ്കൾ പറയണേ, താങ്കൾ പ്രാർത്ഥിക്കണേ. എന്നതിന്റെ മറുപടി എന്താണെന്നറിയുമോ? ഖാല ഇന്നകും മാകിസൂൻ, നിങ്ങൾക്കൊരിക്കലും മരണമില്ല, നിങ്ങൾ മരിക്കുന്നതേയല്ല, നിങ്ങൾക്ക് സുമ്മ ലാ യമൂതു ഫീഹാ വലാ യഹ്യാ, നിങ്ങൾക്കിവിടെ ജീവിതവുമില്ല മരണവുമില്ല. ആ നരകത്തിലെ വേദന ഇങ്ങോട്ട് സഹിക്കാൻ കഴിയാതെ ഒരു മാലിക്കിനോട് പറയാണ്, ഒന്ന് മരിപ്പിച്ചാ മതി, ഒന്ന് മരിച്ചു കിട്ടിയാ മതി. ദുനിയാവിലെ ചെറിയ ചെറിയ സങ്കടങ്ങൾ വരുമ്പോൾ നമ്മൾ പറയല്ലോ, ഒന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. പക്ഷെ ഇവിടെ മരിക്കാൻ വലിയ പണിയൊന്നുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും മരണം എഴുതിയിട്ടുണ്ട്, പക്ഷേ നരകത്തിൽ മരണമെന്നൊരു സംഭവം ഇല്ല. സഹീഹായ ഒരു ഹദീസിൽ നമുക്ക് കാണാം, നരകവാസികൾ നരകത്തിലും സ്വർഗവാസികൾ സ്വർഗത്തിലും പോയി കഴിഞ്ഞാൽ അല്ലാഹു മരണത്തെ സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഇടയിലേക്ക് കൊണ്ടുവരും. അവിടെ വെച്ച് അറുത്ത് കളയും. അവിടെ നിന്ന് അങ്ങോട്ട് മരണമില്ല. സഹീഹായ ഹദീസുകളാണ് പ്രിയപ്പെട്ടവരെ. നരകത്തെക്കുറിച്ച് അഞ്ചാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടുത്തെ ഭക്ഷണവും പാനീയവുമാണ്. നരകത്തിൽ ഭക്ഷണപാനീയങ്ങളുണ്ട്. പരിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായി നമുക്കത് പറഞ്ഞു തന്നിട്ടുണ്ട്. അല്ലാഹു പറയാൻ, ഇന്ന ശജറത സഖൂം തുആമുൽ അസീം യഗ്ലി ഫിൽ ബുതൂൻ കഗലിൽ ഹമീം. ഇന്ന ശജറത സഖൂം, നരകത്തിലെ സഖൂം എന്ന വൃക്ഷത്തെക്കുറിച്ച്, ആ വൃക്ഷത്തിന്റെ കായ്ക്കനികൾ, ആ വൃക്ഷത്തിന്റെ കായ് കഴിച്ചു കഴിഞ്ഞാൽ അത് വയറ്റിൽ കിടന്നങ്ങോട്ട് തിളക്കുന്നതാണ്. കഗലിൽ ഹമീം, ഇരുമ്പ് തിളക്കുന്നത് പോലെ, ആ ടാറ് തിളക്കുന്നത് പോലെ വയറ്റിക്കിടന്ന് അതങ്ങോട്ട് തിളക്കുന്നതാണ്. ഒരിക്കലും ആ ദരീ എന്ന് പറയുന്ന മറ്റൊരു വൃക്ഷം, ആ വൃക്ഷം അവർക്ക് പോഷകമോ വിശപ്പടക്കലോ ഉണ്ടാക്കുകയില്ല. അവർക്ക് കൂടുതൽ കൂടുതൽ ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടാക്കുകയെന്നല്ലാതെ. നരകത്തിന്റെ രണ്ട് പാനീയങ്ങളെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ വിവരിക്കുന്നുണ്ട്. തുസ്ഖാ മിൻ ഐനിൻ ആനിയ, തിളച്ചുമറിയുന്ന ഒരു അരുവിയിൽ നിന്ന് അവരെ കുടിപ്പിക്കപ്പെടും. കുടിക്കാൻ അങ്ങോട്ട് കൊടുക്കുമ്പോൾ അവർ വേണ്ടാന്ന് പറയും. വേണ്ടാന്ന് പറയുമ്പോ അവരുടെ തലയിലൂടെ സുമ്മ സുബ്ബു ഫൗഖ റഅസിഹി മിൻ അദാബിൽ ഹമീം, അവിടെ തലക്ക് മുകളിലൂടെ ആ തിളക്കുന്ന അഗ്നി ലാവ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും.
അതവരുടെ ശരീരം മുഴുവൻ ഉരുക്കിക്കളയും. പ്രിയപ്പെട്ടവരെ, വേറൊരു പാനീയത്തെക്കുറിച്ചും പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വലാ തുആമുൻ ഇല്ലാ മിൻ ഗിസ്ലീൻ ലാ യഅകുലുഹു ഇല്ലൽ ഖാതിഊൻ. ഗിസ്ലീൻ എന്ന ഒരു പാനീയം കൂടി നരകത്തിലുണ്ട്. പണ്ഡിതന്മാർ പറയുന്നത്, ആ ആയത്തിനെ വിശദീകരിക്കുന്നത്, നരകവാസികളുടെ തൊലികൾ, ആ തൊലികൾ ഉരുകിയിട്ട് അതിൽ നിന്നൊഴുകുന്ന ചലവും ചോരയുമെല്ലാം രൂപീകരിക്കുന്ന ഒരു നദിയുണ്ട് നരകത്തിൽ. തിളച്ചുമറിഞ്ഞുകൊണ്ട് അവരുടെ തന്നെ ചോരയും ചലവും നദിയായി മാറിയ നദിയിൽ നിന്ന് അവരെ കുടിപ്പിക്കുന്നതാണ്. ദുർഗന്ധം വമിക്കുന്ന വൃത്തികെട്ട തിളച്ചുമറിയുന്ന ആ വൃത്തികെട്ട പാനീയത്തിൽ നിന്ന് അവരുടെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, തൊണ്ടയിലൂടെയും വയറ്റിലൂടെയും അത് പുറത്തേക്ക് വരാം. ഇതാണ് നരകവാസികളുടെ ഭക്ഷണപാനീയങ്ങൾ. അവസാനം ഒരുപാട് കാലം കഴിയുമ്പോൾ നരകവാസികൾ സ്വർഗവാസികൾ വിളിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യം പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അറാഫിലുണ്ട്. അല്ലാഹു പറഞ്ഞിരുന്നുണ്ട്, എന്തെന്നറിയോ? വനാജാ അസ്ഹാബുൻ നാരി അസ്ഹാബൽ ജന്ന അൻ അഫീദു അലൈനാ മിനൽ മാ ഔ മിമ്മാ റസഖകുമുല്ലാഹ് ഖാലൂ ഇന്നല്ലാഹ ഹറമഹുമാ അലൽ കാഫിരീൻ. സ്വർഗവാസികളെ വിളിച്ചിട്ട് നരകവാസികൾ പറയുകയാണ്, അൻ അഫീദു അലൈനാ മിനൽ മാ, ഞങ്ങളിലേക്ക് കുറച്ച് വെള്ളമൊന്ന് ഒഴിച്ചു തരാമോ? ഔ മിമ്മാ റസഖകുമുല്ലാഹ്, അല്ലെങ്കിൽ അല്ലാഹു നിങ്ങൾക്ക് നൽകിയ എണ്ണമറ്റ അനുഗ്രഹങ്ങളിൽ നിന്ന്, ആ അനുഗ്രഹങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് ഞങ്ങളിലേക്ക് നിങ്ങൾ ഒഴിച്ചു തരാമോ? ഖാല ഇന്നല്ലാഹ ഹറമഹുമാ അലൽ കാഫിരീൻ. അവരോട് പറയപ്പെടുകയാണ്, ഇന്നേ ദിവസം ഇതാ ഈ ആ കാണുന്ന പാനീയങ്ങളെല്ലാം ശുദ്ധജലങ്ങളും സ്വർഗവാസികൾക്ക് പടച്ചിറപ്പ് കൊടുത്ത എണ്ണമറ്റ അനുഗ്രഹങ്ങളുമെല്ലാം നരകവാസികൾക്ക്, നിഷേധികൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. അവർക്ക് ഒരിക്കലും തന്നെ അതൊന്നും ലഭിക്കുകയില്ല. ഹും ഫീഹാ ഖാലിദൂൻ, ആ നരകത്തിൽ അവർ നിത്യവാസികളായിരിക്കും. പ്രിയപ്പെട്ടവരെ, ആ നരകത്തെക്കുറിച്ച് ഏഴാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവിടെയുള്ള ശിക്ഷകൾ എണ്ണമറ്റതാണ്. ഒരുപാട് രൂപത്തിലുള്ള ശിക്ഷകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ എന്ന് പറയുന്നത് തീയുടെ അഗ്നിയുടെ ഒരു ചെരുപ്പ് ധരിക്കലാണ്. ആ ചെരുപ്പ് ധരിച്ചു കഴിഞ്ഞാൽ ആ അഗ്നിയുടെ ചൂടിന്റെ തീവ്രത കാരണം തലച്ചോറ് വരെ തിളച്ചുമറിയുന്നതാണ്. തലച്ചോറ് തിളച്ചുമറിയും. അയാൾ വിചാരിക്കും ഇതാണ് നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ. അതൊന്നുമല്ല, അത് ഏറ്റവും ചെറിയ ശിക്ഷയാണ്. നരകത്തിലെ ചില ആളുകളുണ്ട്, സ്വന്തം കുടലിട്ട് പുറത്തിട്ട്, സ്വന്തം കുടലിലുള്ള എല്ലാം പുറത്തേക്കിട്ടുകൊണ്ട് അത് നരകത്തിൽ ഇങ്ങനെ വലിച്ചേച്ച് നടക്കുന്ന ഒരു വിഭാഗമുണ്ട്. മറ്റുള്ളവരോട് നന്മ ഉപദേശിക്കുകയും സ്വന്തം ജീവിതത്തിൽ അത് പകർത്താതിരിക്കുകയും ചെയ്ത മനുഷ്യർ. അതുപോലെ തന്നെ നരകത്തിൽ 3 രീതിയിലുള്ള ശിക്ഷയെക്കുറിച്ചാണ് അല്ലാഹു പറഞ്ഞത്. അദാബുൻ അലീം, അദാബുൻ അദീം, അദാബുൻ മുഹീൻ. അലീം, വേദനാജനകമായ ശിക്ഷ. വേദനാജനകമായ ശിക്ഷ എന്ന് പറയാൻ കാരണം എന്താ അറിയോ പ്രിയപ്പെട്ടവരെ? ഈ തൊലിപ്പുറത്ത് പറ്റുന്ന പരിക്കിന് പ്രത്യേക വേദനയുണ്ട്. തൊലിപ്പുറത്ത് പറ്റുന്ന പരിക്കുകൾക്ക് ബൈക്കിൽ നിന്നൊക്കെ വീണ് കൈ ഇങ്ങോട്ട് ഒരഞ്ഞു മുറിഞ്ഞവർക്കറിയാം, തൊലിപ്പുറത്ത് പറ്റുന്ന ആ മുറിവുകൾക്ക്, മുറിവിന് ആഴമില്ലെങ്കിലും ആ വേദന സഹിക്കാൻ പറ്റാത്തതാണ്. ഇന്നല്ലദീന കഫറൂ ബിആയാതിനാ സൗഫ നുസ്ലീഹിം നാറാ കുല്ലമാ നദിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ്. നരകവാസികളുടെ തൊലി ഇങ്ങനെ കത്തിത്തീരുമ്പോ പകരം മറ്റൊരു തൊലി പടച്ചോൻ കൊടുക്കാണ്. കാരണം തൊലിപ്പുറത്തുള്ള ശിക്ഷ അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷ. അദാബുൻ അദീം, ഭയാനകമായ ശിക്ഷ. യുദാഅഫ് ലഹുമുൽ അദാബ്, ഓരോ ദിവസവും ശിക്ഷ ഇങ്ങനെ ഇരട്ടിക്കാണ്, കുറയല്ല. ആ ശിക്ഷയോട് യൂസ്ഡ് ആവാൻ ഒരിക്കലും അവർക്കൊണ്ട് പറ്റില്ല. ഇന്നത്തെ ശിക്ഷ ഇതാണെങ്കിൽ നാളെ ഇതിനേക്കാൾ ഭയാനകമായത്, മറ്റന്നാൾ ഇതിനേക്കാൾ ഭയാനകമായത്. അദാബുൻ അദീം, വമ്പിച്ച ശിക്ഷയാണ്. അദാബുൻ മുഹീൻ, നിന്ദ്യമായ ശിക്ഷ, അപമാനിക്കുന്ന ശിക്ഷ. ദുനിയാവിൽ ആരെങ്കിലും ഒരു എതിരഭിപ്രായം പറഞ്ഞ സഹിക്കാൻ പറ്റാത്ത മനുഷ്യനാണ്. അവിടെ മുഖം താഴേക്കിട്ടിട്ടാണ് വലിച്ചെടുക്കുക. നരകത്തിലേക്ക് കൊണ്ടുപോകുക എങ്ങനെയാണ്? നരകത്തിലേക്ക് കൊണ്ടുപോകുന്നത് തന്നെ ഒരു നിന്ദ്യതയാണ് പ്രിയപ്പെട്ടവരെ. പരസ്പരം കൂട്ടിക്കെട്ടിയിട്ടാണ്, ചങ്ങലകൾ ബന്ധിച്ചിട്ടാണ് നരകത്തിലേക്ക് കൊണ്ടുപോകുക. ചില ആളുകളെ മുഖത്ത് വലിച്ചേച്ചിട്ടാണ് നരകത്തിലേക്ക് കൊണ്ടുപോകുക. അവരുടെ മുഖം കറുകറുത്തതായിരിക്കും, ഇരുണ്ടതായിരിക്കും, നാണം കെട്ടതായിരിക്കും, വ്യസനിക്കുന്നതായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കട്ടെ. അവസാനമായി പ്രിയപ്പെട്ടവരെ, ആ നരകത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ നരകവാസികളുടെ രൂപത്തെക്കുറിച്ചാണ്. ആ നരകവാസികളുടെ രൂപത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അയാളുടെ ഒരു തോളിൽ നിന്ന് മറ്റൊരു തോളിലേക്ക് വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു യാത്രക്കാരന്റെ 3 ദിവസത്തെ വഴിദൂരമുണ്ട്.
അത്രയും വലിയ ശരീരം അല്ലാഹു സുബ്ഹാനഹു വ തആല നരകവാസികൾക്ക് നൽകും. എന്തിനു വേണ്ടി? ആ ശിക്ഷ അനുഭവിക്കുന്നതിന് വേണ്ടിയാണ്. അയാളുടെ തൊലിക്ക് 40 മുഴം കട്ടിയുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അയാളുടെ പല്ലിന് ഉഹുദ് മലയോളം വലിപ്പമുണ്ടായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊന്നും ആരെയും പേടിപ്പിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞ സംഗതിയൊന്നല്ല, യാഥാർത്ഥ്യങ്ങളാണ്, പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ്. നരകത്തിലേക്ക് കൊണ്ടുപോകപ്പെടുന്ന മനുഷ്യർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രൂപങ്ങൾ നൽകും. ആ രൂപങ്ങൾ നൽകിയിട്ടാണ് പ്രിയപ്പെട്ടവരെ പരസ്പരം ചങ്ങലകളാൽ ബന്ധിച്ചുകൊണ്ട് നരകത്തിലേക്ക് അവരെ വലിച്ചിഴക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മയും നമ്മുടെ കുടുംബത്തെയും ആ ഭയാനകമായ നരകാഗ്നിയിൽ നിന്ന് കാത്തു സൂക്ഷിക്കപ്പെടുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മയെവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വനസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വഅൻ ജമീഇൽ മുസ്ലിമീന അജ്മഈൻ വനസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله الصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ അത്ഭുതപ്പെടുക. നരകത്തെക്കുറിച്ചാണ് പറയുന്നത്. നമ്മിൽ ചില ആളുകൾ ഉറങ്ങാൻ. എങ്ങനെയാണ് ഉറങ്ങാൻ പറ്റുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ചു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു വെച്ചൊരു വിഷയമുണ്ട്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറഞ്ഞത്, നരകത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടും നിനക്ക് നന്നാവാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ നീ നരകത്തിന് വേണ്ടി പടക്കപ്പെട്ടവനാണ് നീ മനസ്സിലാക്കണം. സ്വന്തത്തോടൊന്ന് ചോദിച്ചു നോക്കുക. നരകത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ കണ്ണുകൾ അടയുന്നുണ്ടെങ്കിൽ, നമ്മുടെ ഹൃദയം മനസ്സുമാവുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈമാനിന് കാര്യമായ പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്, വലിയ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട്. അത് റിപ്പയർ ചെയ്തിട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ ഈ അവസ്ഥയിൽ വലിയ വില നമ്മൾ കൊടുക്കേണ്ടി വരും. കാരണം രാവിലെ കാണുന്നവൻ, രാവിലെ സ്വബീസ്കരിച്ചവനും വൈകുന്നേരം ആകുമ്പോൾ കാഫറാകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. നിരീശ്വരവാദിയായിട്ട് ഇസ്ലാമിനെയും പ്രവാചകനെയും തെറി വിളിക്കുന്ന കാലഘട്ടം. ആ പ്രവാചകൻ പറഞ്ഞതുമാണ്, ഒരു കാലഘട്ടം വരും അന്ന് രാവിലെ മുസ്ലിമായിട്ട് കണ്ടോ നിങ്ങൾ വൈകുന്നേരം കാഫറായിട്ട് കാണും. ആ കാലഘട്ടത്തിൽ ശക്തമായ ഈമാനില്ലാതെ ജീവിച്ചാൽ രക്ഷപ്പെടാൻ കഴിയൂല, കഴിച്ചിലാവില്ല നമ്മൾ. അതുകൊണ്ട് നമ്മുടെ ഈമാൻ നമ്മളൊന്ന് പുനഃപരിശോധിക്കണം. നരകത്തെക്കുറിച്ച് പറയുമ്പോഴും നമുക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനെക്കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ കേൾക്കുക? എന്തിനെക്കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുക? അതുകൊണ്ട് ആ നരകത്തിന്റെ 7 കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു കഴിഞ്ഞു. ആ നരകത്തിലേക്ക് പോകാനുള്ള എല്ലാ വഴികളും നമ്മൾ അടച്ചു വെക്കുക. ആ നരകത്തിലേക്ക് നമ്മൾ ക്ഷണിച്ചു കൊണ്ടുപോകുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവരുമായി നമ്മൾ എന്നേക്കുമായി ഗുഡ് ബൈ പറയുക. കാരണം നരകത്തിൽ വെച്ച് നടക്കുന്ന ചില സംഭാഷണങ്ങളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. യാ വൈലതാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല ലഖദ് അദല്ലനി അനി ദിക്രി ബഅദ ഇദ് ജാഅനി. ഇവനെ ഞാൻ എന്റെ കൂട്ടുകാരനായി സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ലഖദ് അദല്ലനി അനി ദിക്രി ബഅദ ഇദ് ജാഅനി. എന്റെ ഹൃദയത്തിൽ ബോധോദയുണ്ടായതിനു ശേഷവും ഇവനാണ് എന്നെ തെറ്റിച്ചു കളഞ്ഞത് എന്ന് ചില ആളുകൾ പറയുന്ന രംഗം പരിശുദ്ധ ഖുർആൻ വിവരിച്ചു തരുന്നുണ്ട്. അത്തരത്തിലുള്ള കൂട്ടുകെട്ടുകൾ നമുക്കില്ലാതിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ. അതേസമയം നരകത്തിൽ ഖേദകരമായ ഒരവസ്ഥയുണ്ട്. നരകവാസികൾ കൈ ഇങ്ങനെ കടിച്ചു പോകുന്ന ഒരവസ്ഥയുണ്ട്. ആ അവസ്ഥ ഏതാണെന്നറിയോ? പരിശുദ്ധ ഖുർആനിൽ സൂറത്തു ഇബ്രാഹിമിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരുന്നൊരു വിഷയമാണ്. ആ വിഷയം നരകത്തിൽ വെച്ച് പിശാച് നടത്തുന്ന ഒരു ഖുതുബയുണ്ട്, ഒരു പ്രസംഗമുണ്ട്, ഒരു സംസാരമുണ്ട്. ആ സംസാരത്തെക്കുറിച്ചാണ്. അല്ലാഹു പറയാണ്, വഖാല ശൈത്താൻ, ശൈത്താൻ പറയും, ലമ്മാ ഖുദിയൽ അംർ, കാര്യങ്ങൾ മുഴുവൻ തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞാൽ, നരകവാസികൾ നരകത്തിലും സ്വർഗവാസികൾ സ്വർഗത്തിലുമായി രണ്ടായി വിഭജിച്ചു കഴിഞ്ഞാൽ ശൈത്താൻ പറയും, ഇന്നല്ലാഹ വഅദകും വഅദൽ ഹഖ്, അല്ലാഹു നിങ്ങൾക്ക് സത്യസന്ധമായ വാഗ്ദാനം നൽകി. വവഅദ്തുകും ഫഅഖ്ലഫ്തുകും, ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം നൽകി, ഞാനിതാ ലംഘിച്ചിരിക്കുകയാണ്. വമാ കാന ലി അലൈക്കും മിൻ സുൽത്താൻ, എനിക്ക് നിങ്ങളിൽ ഒരു അധികാരം ഉണ്ടായിരുന്നില്ല, ഒരു സ്വാധീന ശക്തിയും എനിക്ക് നിങ്ങളിൽ ഉണ്ടായിരുന്നില്ല. ഇല്ലാ അൻ ദഅൗതുകും, ഞാൻ നിങ്ങളെ വിളിക്കുക മാത്രമാണ് ചെയ്തത്. തെറ്റുകളിലേക്ക്, പാപത്തിന്റെ മേച്ചിൽപ്പുറങ്ങളിലേക്ക്, തന്നിഷ്ടങ്ങളിലേക്ക്, വൃത്തികേടുകളിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുക മാത്രമാണ് ചെയ്തത്. ഫസ്തജബ്തും ലി, നിങ്ങൾ എനിക്ക് ഉത്തരം നൽകി. ഞാൻ വിളിച്ചപ്പോ എന്റെ കൂടെ നിങ്ങൾ വന്നു. സിനിമാ തിയേറ്ററുകളിലേക്ക് വന്നു, വ്യഭിചാര കേന്ദ്രങ്ങളിലേക്ക് വന്നു, ബാറുകളിലേക്ക് വന്നു, ഷിർക്കിന്റെ കൂടാരങ്ങളിലേക്ക് ഞാൻ വിളിച്ചപ്പോ എന്റെ കൂടെയും എന്റെ പടയാളികളുടെ കൂടെയും നിങ്ങൾ വന്നു.
ഫലാ തലൂമൂനി, അതുകൊണ്ട് നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തണ്ട. കുറ്റപ്പെടുത്താൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ വലൂമു അൻഫുസക്കും, നിങ്ങളുടെ സ്വന്തത്തെ തന്നെ നിങ്ങൾ കുറ്റപ്പെടുത്തിക്കൊള്ളുക. കാരണം ഞാൻ വിളിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. നിങ്ങളിൽ അല്ലാഹു എനിക്കൊരു സുൽത്താന് തന്നിട്ടില്ല, അധികാരവും തന്നിട്ടില്ല. എന്നിട്ട് അവൻ പറയാണ് മാ അന ബിമുസ്രിഖിക്കും, എനിക്ക് നിങ്ങളെ മോചിപ്പിക്കാനൊന്നും പറ്റൂല, സഹായിക്കാനും പറ്റൂല. വമാ അൻതും ബിമുസ്രിഖി, എന്നെ സഹായിക്കാനും മോചിപ്പിക്കാനും നിങ്ങളെ കൊണ്ടും പറ്റില്ല. ഇന്നി കഫർതു ബിമാ അശ്റക്തുമൂനി മിൻ ഖബൽ, ഞാൻ എന്നിൽ നിങ്ങൾ പങ്കുചേർത്തതെല്ലാത്തിനെയും ഞാനിതാ ഇവിടെ വെച്ച് നിഷേധിച്ചു കളയുകയാണ്. ഇന്നദ്ദാലിമീന ലഹും അദാബുൻ അലീം, അക്രമകാരികൾക്ക് വേദനാജനകമായ ശിക്ഷയാണ് ഇവിടുന്ന് അങ്ങോട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ഈ ഒരൊറ്റ ആയത്ത് മാത്രം മതി ഒരു മനുഷ്യന് നന്നാവാൻ. അവിടെ ഈ പിശാച് പറയുന്ന ആ കൈയൊഴിയലുണ്ടല്ലോ, ആ കൈയൊഴിയൽ മാത്രം മതി ജീവിതത്തിന്റെ ഏതേത് രംഗങ്ങളിലും അള്ളാഹുവിലേക്കുള്ള മഅസിയത്തിലേക്ക് പിശാചിനാൽ ശൈത്താന്മാരാൽ ക്ഷണിക്കപ്പെടുമ്പോ ആ ക്ഷണത്തിന് നേരെ നോ പറയാൻ, ഇല്ല എന്ന് പറയാൻ ഈ ഒരൊറ്റ ആയത്തുകൾ മാത്രം മതി. പ്രിയപ്പെട്ടവരെ, നാം ജീവിതത്തെ നന്നാക്കണം, ജീവിതത്തെ ശുദ്ധീകരിക്കണം, അമലുകൾ വർദ്ധിപ്പിക്കണം, പശ്ചാത്തപിക്കണം, തൗബ ചെയ്യണം. മോക്ഷം നേടേണ്ടതുണ്ട്, പരമമായ മോക്ഷം, നരകത്തിൽ നിന്നുള്ള മോക്ഷമാണ്, നരകത്തിൽ നിന്നുള്ള മോചനമാണ് എന്ന് നാം മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭയാനകമായ നരകത്തിൽ നിന്ന് നമുക്കേവർക്കും മോചനം നൽകുമാറാകട്ടെ. നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ അയൽപക്കക്കാർക്കും നമ്മുടെ ഉസ്താദുമാർക്കും നമ്മുടെ എല്ലാ രീതിയിലുള്ള ബന്ധക്കാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് പൂർണ്ണമായ മോചനം നൽകുമാറാകട്ടെ. ആ നരകത്തിലേക്ക് അടുപ്പിക്കുന്ന എല്ലാ കർമ്മങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നാദാ, ജീവിതത്തിന്റെ രഹസ്യത്തിലും പരസ്യത്തിലും ഒരുപോലെ നിന്നെ കാത്തു സൂക്ഷിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. അകവും പുറവും ശുദ്ധമായി ജീവിക്കുന്ന മനുഷ്യരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ നാദാ. മരിക്കുന്നതുവരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വഹദാനിയത്തിന്റെ കലിമ ഹൃദയത്തിൽ ഉറപ്പിച്ചുകൊണ്ട് ജീവിക്കാനും മരിക്കുന്ന സമയം ഹൃദയം കൊണ്ടും നാവ് കൊണ്ടും ആ കലിമ ഉച്ചരിക്കാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്